ഐസിയുവിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ടപ്പോൾ എന്റെ ചങ്കു പൊട്ടിപ്പോയി സുഹൃത്തുക്കളെ. പ്രതിഷേധം എന്ന പേരിൽ ഒരു മന്ത്രിയെ കയ്യേറ്റം ചെയ്യുക എന്നതാണോ ഒരു സമരത്തിന്റെ രീതി? അതൊക്കെ നിങ്ങൾ ആ ഡിഫിക്കാരെ കണ്ടുപിടിക്കണം. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വെറും കല്ല് പോലുള്ള ചെറിയ ഉപകരണങ്ങൾ കൊണ്ടായിരുന്നു ഡിഫിയുടെ പ്രതിഷേധം. ഇതാണെങ്കിലോ കയ്യിൽ കരിങ്കൊടി പോലുള്ള മാരകായുധങ്ങളുമായി 3 പേരോളം വരുന്ന അക്രമകാരികൾ വെറും 35 പോലീസുകാർ മാത്രം ചുറ്റുമുള്ളപ്പോൾ ആക്രമിച്ചത് വ്യക്തമായ ക്രിമിനൽ മൈൻഡോട് കൂടിയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ 4 ദിവസം മുൻപേ കയ്യിലുള്ള പാടിൽ തന്നെ ആക്രമിക്കാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു? അതും പോട്ടെ, അക്രമകാരികളോട് വലിയ വായിൽ ഒച്ചയിട്ടതിന്റെ ഫലമായി കഴുത്തൊന്ന് ഉളുക്കി എന്നത് തന്നെ ആരോഗ്യമന്ത്രിയെ അപായപ്പെടുത്താനുള്ള കൃത്യമായ പ്ലാനിംഗ് തന്നെയാണ് എന്നാണ് വ്യക്തമാവുന്നത്. എന്തായാലും വീണ മാഡത്തിനോട് ഒരു കാര്യം പറയാം. ICUവിൽ ബോധം കെട്ടി കിടക്കുമ്പോഴും ചുറ്റിലും ഒരു ശ്രദ്ധയുള്ളത് നല്ലതാണ്. ഇല്ലെങ്കിൽ കഴുത്തുവേദന മാറ്റാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലുകാർ കൊണ്ടുപോയി കാലിൽ സർജറി ചെയ്ത് കളയും. നമ്പർ 1 ആരോഗ്യ കേരളമാണേ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞേ. ഒന്നും തോന്നല്ലേ.